പക്ഷെങ്കിൽ എന്നല്ല ആക്കല് എന്താണ് കുഞ്ഞിത് ഒരു വലിയൊരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. എൻ്റെ പഠിച്ച തമ്പുരാനെ രാവിലെ തൊട്ട് തുടങ്ങിയിട്ട് ഞാൻ തപ്പലോട് തപ്പൽ എത്ര നേരം എന്നറിയോ, ഒരു 1.5 മണിക്കൂറായിട്ടുണ്ടാവും. സോ ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഡെയിലി എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നത്. ആ ഡേ ഇൻ മൈ ലൈഫിന് സംബന്ധപ്പെട്ട ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ളത് കേട്ടോ. സോ ഈ ഡ്രസ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പുത്രനില്ലേ, ഓന് എവിടെ കൊണ്ടേക്കൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. എൻ്റെ വിചാരം ഞാൻ റൂമിൽ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റൂമിൽ മൊത്തത്തിൽ തപ്പി. പിന്നെ താഴെ ഒരു ചെക്കന് ഒന്നും ഇടാതെ അവിടെ ടി വിന് മുമ്പിൽ ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓനിക്ക് ഡ്രസ്സ് എടുത്തും വെച്ചിട്ട് ഇനി മറന്നിട്ട് എനിക്ക് കപ്പാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് അത് തപ്പലുണ്ട് ഉള്ള പണി കേട്ടോ. എന്താ വെച്ചെങ്കിൽ കപ്പാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ വെക്കാൻ ചാൻസസ് ഇല്ല. എന്താ വെച്ചെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും വെക്കുന്നില്ല കേട്ടോ. എനിക്കത് അത്രയും യൂസ് അല്ല. സോ ഈ വീഡിയോക്ക് എന്നല്ല, ഡേ ഇൻ മൈ ലൈഫിക്ക് എന്നല്ല, ഡേ ഇൻ മൈ ലൈഫിക്ക് എന്ന് പറഞ്ഞതല്ല, ഡേ ഇൻ മൈ ലൈഫിക്ക് തന്നെ കേട്ടോ. എനിക്ക് അത്രയും ആവശ്യമുള്ള ഒരു സാധനം എവിടെ പോയി ഒരു ഐഡിയ ഇല്ല. മോള് മൊത്തത്തിൽ തപ്പി നോക്കി, എല്ലാം ബെഡിൻ്റെ അടിയും കപ്പാട്ടിൻ്റെ ബാക്ക് സൈഡും എല്ലാ സ്ഥലം കവറാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചെക്കൻ എവിടെയെങ്കിലും ഇട്ടതാ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇനി ഓന് സെറ്റാക്കിയിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് തപ്പണം, എന്നാലേ എൻ്റെ പണി നടക്കൂ. രാവിലെയും മൂട് പോയിട്ടോ, പണിയെടുക്കേണ്ട എല്ലാം മൂടി പോയി. ഇല്ലെങ്കിൽ ഒരു രാവിലെ എണിച്ചിട്ട് ഈ സാധനം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന എനർജി അത് വേറെ തന്നെ കേട്ടോ. സോ അത് ഈ ചെക്കനെ സെറ്റാക്കിയിട്ട് അപ്പോഴത്തേക്കും എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിനിടയിൽ ഞാൻ ഫുഡ് പോയി കൊടുത്തിട്ടുണ്ടായിന്, കുറച്ചേ കഴിച്ചിട്ടുണ്ടായത് കേട്ടോ. സോ പിന്നെ എനിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, എൻ്റെ മൈൻഡിൽ ഇത് ഏടെ പോയി എന്ന് പറഞ്ഞിട്ട് തപ്പുന്നില്ല കേട്ടോ. ഉപ്പാൻ്റെ റൂമിൽ തപ്പി, കിച്ചനും തപ്പി, ഇപ്പം ചെമ്മൂൻ്റെ റൂമിൽ തപ്പി. ഇനി ചെമ്മൂൻ്റെ റൂമിൽ എവിടെയെങ്കിലും ഞാൻ മിസ്സായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് തപ്പിയിട്ട് എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. എന്ന് വെച്ചെങ്കിൽ എനിക്ക് ഈ മോള് റൂമിൽ വെച്ചത് കേട്ടോ എനിക്ക് ഓർമ്മ പെട്ടെന്ന് കത്തിയതെന്ന് വെച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആടെ എവിടെയെങ്കിലും ഇട്ടോന്ന് പറഞ്ഞിട്ട് വെറുതെ കയറി നോക്കിയത്. ആഹാ, പറഞ്ഞേക്കണിക്ക് തന്നെ തായൊന്നും ഉണ്ട് കേട്ടോ. തായൊന്ന് കൊണ്ടുവച്ചിട്ടുണ്ടാവും, അതിന് മോളുമ്മ സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ എന്തൊരു കുരുത്തക്കെട്ട മോനല്ലേ, ഇങ്ങനത്തതെല്ലാം നിങ്ങളെ വരക്കുണ്ടാവും. ഓരോരോ കുരുത്തക്കെടുണ്ട്. വേറെ അവരെ പിള്ളമാരെ നോക്കുമ്പോൾ അതിനെ കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെ പെരക്ക് വന്നിട്ടാകുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴത്തേക്ക് ഓന് ഭയങ്കര സൈലൻറ്റ്. പെരക്കത്തിൻ്റെ വയ്യ, എൻ്റെ പൊന്നെ സിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇക്ക പറയും പാവടാ, വേറെ പിള്ളമാരെ നോക്കിയിട്ട് നമ്മളെ കുഞ്ഞിനെ നോക്കുമ്പോൾ പാവം തോന്നുന്നു. പക്ഷെ ഇപ്പം ഈ കാടില്ലതല്ല, കുറച്ച് ദിവസം ഇടേനെ. അപ്പോൾ പറഞ്ഞു അല്ലോ എന്തൊക്കെ ഇതൊക്കെ അടച്ചു എന്ന് പറഞ്ഞാൽ ഇക്കാണ് കേട്ടോ ഇപ്പം ഈ ഡയലോഗെല്ലാം അടിക്കുന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഈ സംഭവം നിങ്ങൾ കണ്ടല്ലേ, ബെൽറ്റ് കേട്ടാ. അതാണ് എൻ്റെ ഇപ്പം മെയിനായിട്ടുള്ള സപ്പോർട്ട്. നിങ്ങൾ ഡെയിലി കാണുന്നില്ലേ, ഞാൻ ഇങ്ങനെ ഒരു പറ്റുന്ന പണി കുറച്ച് എടുക്കുന്നില്ലത്. ഈ കുറച്ച് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ളല്ല, ഏകദേശം എനിക്കിപ്പോൾ കുറച്ച് പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പായിട്ടുള്ള എനിക്ക് ഈ ബെൽറ്റ് ഇട്ടാൽ. ലാസ്റ്റ് ടൈം ഞാൻ ഈ ഡോക്ടറിനെ കാണിച്ചിട്ടാകുമ്പോഴത്തേക്ക് ഈ ബെൽറ്റ് മസ്റ്റായിട്ട് ഇടണം, സ്കിപ്പാക്കണമെന്ന് പറഞ്ഞിന്. പണിയെടുക്കുമ്പോൾ ആട്ടെ ഇരിക്കുമ്പോൾ ആകെ തിന്നുമ്പോൾ ഉറങ്ങുമ്പോൾ മാത്രമേ കേൾക്കാൻ പറഞ്ഞത്. ഫുൾ ടൈം ഇട്ടിട്ട് ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പോൾ ഞാൻ മുന്നേ റീസെൻ്റ്ലി പോയിട്ടാകുമ്പോഴത്തേക്ക് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ കണ്ണൂർ ഹോസ്പിറ്റൽ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗിൽ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ ഡിസ്ക് കുറച്ച് വളവുണ്ട്. പിന്നെ അതേ കണക്ക് ഇത് ഇടണം, അതേ കണക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം, ജിമ്മിന് പോകണം, എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ഓവർ ടെൻഷനായി, കുറച്ച് ഓവർ തിങ്കിങ് കുറച്ച് കൂടിപ്പോയി, അതെനിക്ക് തന്നെ ഫീൽ ആകുന്നുണ്ട്. സോ ഇതെല്ലാം കരുതിച്ച് ഫുൾ എൻഗേജ് ആണ്, എന്തെങ്കിലും പഠിക്കാൻ പോകണം എന്നെല്ലാം പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ എനിക്ക് ശരി തന്നെ, ഞങ്ങൾക്ക് കുറച്ച് ഓവർ തിങ്കിങ് ഉള്ളത് ശരി തന്നെ കേട്ടോ. ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്തിപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ടെൻഷൻ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കും എന്ത് പഠിച്ചാലും ഞാൻ ഓവർ ടെൻഷൻ ആക്കുന്നില്ലതിന്. സംഭവം നമുക്കറിയാതെ നമ്മളുടെ ഉള്ളിലൊരു കാര്യം വരും കേട്ടോ. എന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു ഫാമിലിയായി, ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ട്, എനിക്കൊരു ഹസ്ബൻഡുണ്ട്, അവരെ നല്ല പാങ്ങിൽ നോക്കണം. ഇപ്പോൾ ഇക്ക നാട്ടിൽ വന്നെങ്കിൽ എന്നെ കെയർ ചെയ്തിട്ട് സമയം പോകുന്നവരെ സമയം പോട്ടാം എൻ്റെ ബാക്കിലേ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഗിൽറ്റി ഉണ്ടാവും, അവിടത്തെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും, എന്നിട്ട് അവരെ നല്ല പാങ്ങിൽ നോക്കാൻ പറ്റിയില്ലല്ലോ. കുഞ്ഞും എന്നെ കെയർ ആക്കും, അതെല്ലാം കാണുമ്പോൾ ഒരു സങ്കടം തോന്നും കേട്ടോ. അതല്ലാതെ മൈനിൽ
പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഇക്കാൻ്റെ ഉമ്മ എല്ലാവരും പറയില്ലേ അമ്മായിയമ്മ ഭയങ്കര സാധനമായിരിക്കും, ഇപ്പോൾ കാണുന്ന ലൈഫായി മാരേജിന് മുമ്പല്ലേ പറയുന്നത്, ഇപ്പോൾ കാണുന്ന ലൈഫൊന്നുമില്ല, മകളെ കഴിഞ്ഞ പിന്നെ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും. അല്ല എത്തിച്ചിട്ടുണ്ടല്ല, എനിക്ക് കിട്ടിയ ലൈഫ് എന്ന് പറഞ്ഞെങ്കിൽ ഇവരാർക്കും കിട്ടാൻ ചാൻസ് ഇല്ല, അത്രയും ലക്കി കേട്ടാ. ഒന്നാമത് എൻ്റെ ഉമ്മ, ഇക്കാൻ്റെ ഉമ്മ, അമ്മായിയമ്മ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. എന്താ വെച്ചെങ്കിൽ എൻ്റെ നോക്കുന്നത്ര വേറെ ഇപ്പം ചുമ്മൂനെങ്കിലും നോക്കിയില്ല കേട്ടാ, അത്രയും എന്നെ നോക്കും. എനിക്കൊരു സങ്കടം വീന്നിട്ട് പറയും. എന്താ വെച്ചെങ്കിൽ ആൾക്ക് ഒന്നാമത് ഫുള്ള് ഇപ്പം മുട്ടിൽ സ്ക്രൂ പോലും ഇല്ല, മുട്ട് ഫുള്ള് താഴ്ന്നിട്ടുണ്ട്. എന്നെക്കാൾ അനുഭവിച്ചിട്ട് ഇരിക്കുന്നവർ, വേദന സഹിച്ചിട്ട് ഇരിക്കുന്ന ഒരാൾ കേട്ടോ. അവരും നമ്മളെ നോക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഒരു ദിവസം പണിയെടുത്തെങ്കിൽ, ഒരു ദിവസമല്ല, ഒരു അരമണിക്കൂർ തന്നെ കൂട്ടാം, ഒരു അരമണിക്കൂർ പണിയെടുത്തെങ്കിൽ ഒരു 10 ദിവസം ഞാൻ കടത്തത്തിലാവും കേട്ടോ. സോ ഞാൻ അങ്ങനെ പോയി. എന്ന് വെച്ചെങ്കിൽ കുറേ ആൾക്കാർ പറയും എപ്പോഴും അസുഖമല്ലപ്പാ, അസുഖമുള്ള പെണ്ണിനാ കെട്ടിനാ അങ്ങനെ ഇങ്ങനെ നല്ല പറയും. പക്ഷെ അത് നമ്മൾ അപ്പോൾ സില്ലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഭയ ഇങ്ങനെ ഓർമ്മ കൂട്ടാ, ശരി തന്നെയല്ലേ, എന്നാൽ ഇക്കൊക്കെ വേറെ ഏതെങ്കിലും പെണ്ണിന് കിട്ടിയെങ്കിൽ നല്ല ജീവിക്കട്ടീനു അങ്ങനെ നല്ല പറഞ്ഞിട്ട് ഫീലാവും. പക്ഷേ ഈടുത്ത ഉമ്മ ഉണ്ടല്ലോ എന്നെ എത്രയും കെയർ ആക്കുന്നു കേട്ടോ. അപ്പോൾ പണി എടുത്തില്ലെങ്കിലും ഒന്നും പറയില്ല, എൻ്റെ ബാക്കിൽ നടക്കും, തൊന്ന് ലാസറ തൊന്ന്, ഹെൽത്ത് നിൻ്റെത് നോക്ക്, ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സപ്പോർട്ട് കേട്ടോ. എന്തെന്നറിയില്ല, എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കും, എല്ലാം ആക്കി തരും കേട്ടോ. തോന്നാനെങ്കിലും ഞാൻ പണിയെടുത്തില്ലെങ്കിലും ആ പണിയും ഉമ്മ എടുക്കും, ചൂടുവെള്ളമാക്കി തരും എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കില്ല, ചൂടുവെള്ളം ആക്കി തരും, എല്ലാത്തിനും കട്ടക്ക് സപ്പോർട്ട്. ഒരിക്കലേക്ക് തോന്നും ഈ പാവത്തിന് എന്തിനിപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് തോന്നും കേട്ടോ എനിക്ക്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അത് വരും, മനസ്സിൽ തന്നാലെ വരും. എന്ന് വെച്ചെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്ന് വെച്ചെങ്കിൽ ഉമ്മ അത്രയും വേദന സഹിച്ചിട്ട് ഉമ്മക്ക് കഴിയുന്നില്ല. അപ്പോൾ ഉമ്മക്ക് കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ, ഞാനെല്ലാം പണിയെടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെക്കൊണ്ടും പറ്റുന്നില്ല. പണിയെടുക്കും പകുതി നേരെ വന്നിട്ട് റൂമിൽ കിടന്നിട്ട് ഒറ്റ കടുപ്പ് കിടക്കും. പിന്നെ ഞാൻ ഒരിക്കൽ വൈകുന്നേരം ആയിരിക്കും, രാവിലെ വന്നെങ്കിൽ റൂമിൽ നിന്ന് കീഞ്ഞാൽ വൈകുന്നേരം രാത്രി കീഞ്ഞെങ്കിലേ ഇല്ലെങ്കിലേ തിന്നില്ലെങ്കിൽ പട്ടിണി കിടക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എൻ്റെ ഹെൽത്ത് അങ്ങനെ ആയിപ്പോയി. കുറച്ച് നേരം ഫുള്ള് വീക്ക്, ടയർഡ്നെസ്. അപ്പം എല്ലാ ദിവസം കഴിയുന്നില്ല അവർക്ക് കേട്ടിട്ടും ഒന്നും പറയില്ല. അതേ കണക്ക് ഉപ്പാവും, ഇനി എന്ത് കഴിയുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഒന്നും പറയില്ല, എന്തെല്ലാം കൊണ്ടു തരും എന്നറിയോ. ഇന്ന് ചോദിച്ചിട്ട്, അതായത് ഇപ്പം ഞാനൊരു സാധനം ചോദിച്ചെങ്കിൽ ഒരു അരമണിക്കൂർ ആവുമ്പോഴത്തേക്ക് എൻ്റെ കൈമ കിട്ടും കേട്ടോ. അത്രയും പൊന്നുപോലെ നോക്കുന്ന എനിക്കൊരു ഫാമിലി. സോ അവർ നല്ല പണി നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹം, പക്ഷെ അത് പറ്റുന്നില്ല. ഇന്ന് പറ്റും നാളെ പറ്റും എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഇത്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ വേദന എല്ലാം ഉണ്ട്. പിന്നെ അത് കെയർ ആക്കുന്നില്ല, മൈൻഡില്ലെന്ന് വെച്ചെങ്കിൽ അയനും എന്നെ നല്ലോണം കെയർ ആക്കൂട്ടാ. ഉമ്മ ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കിയിട്ട് എനിക്ക് കൊടുക്കുമ്പോൾ വേഗം വന്നിട്ട് അമ്മയെ തിന്ന് എവിടെയെങ്കിലും പോയിങ്ങണ്ടല്ലോ. ഇപ്പോൾ കല്യാണത്തിന് ഫംഗ്ഷൻ എന്തെങ്കിലും തിന്നെങ്കിൽ നമ്മളോ ഓനെ ബായ് കൊടുക്കല്, ഓനെ എടുക്കണ്ടല്ലോ, അമ്മ ഈ ചിക്കൻ തിന്ന് വെള്ളം കുടിക്കി ബേഗ് തിന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് പയ്യെത്തൂട്ടാ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു, അയ്യ ഞാനല്ലായിരുന്നു നിന്നെ തോന്നിപ്പിക്കല്, നീ എന്നെ നാണക്കെടുത്തല്ല, നീ ബേഗ് തോന്നുന്നല്ല പറയും. പക്ഷെ ഓന് എൻ്റെ ബാക്കിലേന്ന് എടുക്കൂട്ടാ, അമ്മി ഉറങ്ങ്, അമ്മി കടക്ക്, അമ്മി തിന്ന് എന്തെല്ലോ പറയൂട്ടാ. അപ്പോൾ എന്തെല്ലോ സങ്കടം തോന്നും മനസ്സിലായി. അപ്പോൾ ഓവർ ടെൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. ആരെത്ര ടെൻഷൻ ഇങ്ങനത്തെ ഇതിനേക്കാൾ അപ്പുറമുള്ള അസുഖങ്ങൾ ഉള്ളവരുണ്ട്. നിൽക്കെൻ്റെ അസുഖം പറഞ്ഞാലും ഓക്കെ അവർ പറയുന്നത് ശരി തന്നെ, പക്ഷേ നമ്മളെ അസുഖം നമുക്ക് എപ്പം വലുതല്ലേ. പക്ഷേങ്കിൽ ഒരു ഫാമിലി ഉണ്ടാകുമ്പോൾ അവരെ പാങ്ങിൽ നോക്കണം. എന്തില്ലെങ്കിൽ നമ്മളെ കുഞ്ഞിനെ, നമ്മളെ കാര്യം നമുക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ലൈഫല്ലേ. സോ ഇന്നില്ലെങ്കിൽ നാളെ ശരിയാവുന്ന അറിയിച്ചുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ കുറേ ബെറ്റർ ആകുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പണിയെടുക്കാൻ പറ്റുന്നുണ്ട്. സോ എന്താ പറയുക, ഇപ്പോൾ അയ്യനും കുറച്ചുകൂടി വലുതായി. മുമ്പ് ചെറുതുണ്ടാകുമ്പോൾ എനിക്ക് തട്ടാൻ ഭയങ്കര ആശയട്ടാ. ഉമ്മനെ ഏത് ദുനിയാവിൽ പോകുന്നുണ്ടെങ്കിൽ ഉമ്മാനൊക്കെ ഞാൻ പറയും, ഉമ്മ തട്ടോ, ഉമ്മക്ക് കഴിയുന്നില്ല, ഉമ്മ തട്ടൂട്ടാ. ഉമ്മക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ആസര എൻ്റെ കൂടെ കഴിയുന്നില്ല, ആസര നീ എന്നെ നിൻ്റെ കുഞ്ഞിനെ എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ പറയുന്ന മുമ്പ് ഉമ്മനെ തട്ടിയിട്ട് പോകൂട്ടാ. ലാസ്റ്റ് ഓൻ വലുതാകുമ്പോഴത്തേക്ക് ഞാൻ ഏടും പോക്കില്ല. പോവും, ഇപ്പോൾ നിങ്ങൾ റിസൾട്ട് ഞാൻ പോവും, പക്ഷെ ഉമ്മനോട് പറയും. കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ഉമ്മ ബാണ്ടമ്മ ഞാൻ വരുന്നില്ല ഉമ്മ. അപ്പോഴത്തേക്കും ഉമ്മൻ പോയില്ല കേട്ടാ. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഉമ്മൻ പോയില്ല. അതാണ് ബേജാറ്. എന്താ വെച്ചെങ്കിൽ എന്നെ തട്ടാൻ പറയും. എനിക്ക് തട്ടാനുള്ള ഇത് കഴിയില്ല.
എനിക്ക് പറ്റില്ല. 2 മിനിറ്റ് കുഞ്ഞിനെ തട്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞ് താഴെ വീണു. എൻ്റെ പൊസിഷൻ അങ്ങനെയാണ് ഉള്ളത്. എന്താ വെച്ചെങ്കിൽ ഒരു സൈഡ് എനിക്ക് ഭയങ്കര വീക്ക്. സോ കുഞ്ഞ് പോകും. അപ്പോൾ ഉമ്മാനെ ഒന്ന് ടോർച്ചറാക്കും, എനിക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെറുതുണ്ടാകുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ കുഞ്ഞിനെ തട്ടണം, ഇങ്ങനെ എടുത്തിട്ട് മടിമേലെ എടുത്തിച്ചിട്ട് കളിപ്പിക്കണം, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ആശയട്ടാ. പക്ഷേ ഈ കാര്യം എല്ലാം ഉമ്മാനെ നോക്കുന്നത് തന്നെ ഇപ്പോഴെങ്കിലും പമ്പസാട്ട്, കുളിപ്പിക്കുന്ന ആട്ട്, ഓനെ തുന്നിപ്പിക്കുന്ന ആട്ട് എല്ലാം ഉമ്മാട്ടാ. രാവിലെ പോയിട്ട് ഉമ്മാനെ അടുങ്ങാറാക്കാൻ തുടങ്ങും. എന്നെക്കാളും ബയ്യത്തുന്നുള്ളതും എന്നെക്കാളും സ്നേഹിക്കുന്നുള്ളതും എന്നെക്കാളും കെയർ ആക്കുന്നത്, എന്നെക്കാളും പൊന്നു പോലെ നോക്കുന്നുള്ളത് ഉമ്മാട്ടാ. ഞാൻ പോലെ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നില്ല. സോ ആ ഒരു സങ്കടമുണ്ട്. സോ കുറേ ആൾ ചോദിക്കും നിനക്ക് എന്താ ടെൻഷൻ ഉള്ളത്, നീ ഈടെ നിനക്ക് നല്ല ഉമ്മാനെ കിട്ടീനി, നല്ല ഉപ്പാനെ കിട്ടീനി, എന്ത് ടെൻഷനുള്ളത്, അയ്യാനുണ്ട്, അതിനെ നോക്കിയിട്ട് മുണ്ടാതെ ഇരുന്നാൽ പോരേന്ന്. നമുക്ക് ഉണ്ടായില്ലേ ഒരാഗ്രഹം, നമുക്ക് നല്ല പാങ്ങിൽ നിൽക്കണം, നമുക്ക് നല്ല പാങ്ങിൽ ജീവിക്കണം എന്നല്ല പറഞ്ഞിട്ട്. പക്ഷെ അത് പറ്റാത്തപ്പോൾ ഇങ്ങനത്തെ നമ്മൾ എന്താ പറയുക ടെൻഷൻ അടിക്കണമെന്നില്ല. ഓവറായിട്ട് അത് ഓട്ടോമാറ്റിക്കായി അത് ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ അത് ഒരു കാര്യം വരും കേട്ടോ, സങ്കടം തോന്നും. ആരോട് പറയാൻ പറ്റില്ല, ആരോടൊന്നും എൻ്റെ പേർക്ക് പോയിട്ട് പറയാനും പറ്റില്ല. എനിക്ക് വീട്ടിൽ ഉമ്മാനോട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയല്ല, എൻ്റെ ഹെൽത്ത് കുറച്ച് ഓക്കെ ആയിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ഒരു ഹാപ്പി. എന്ന് വെച്ചെങ്കിൽ നമുക്കും പറ്റുന്നുണ്ടല്ലേ ഇങ്ങനത്തെ എല്ലാ കാര്യം. എനിക്ക് നിന്നിട്ട് കുക്കാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇരുന്നിട്ട് തന്നെ കുക്കാക്കല്ല കേട്ടാ. ഇപ്പോൾ അതൊക്കെ എനിക്ക് വെജിറ്റബിൾ കട്ടാക്കുമ്പോൾ എനിക്ക് നിന്നിട്ടൊക്കെ പറ്റില്ല. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ആക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പറ്റുന്നുണ്ട്. വേദനക്കാലം അങ്ങനെ വേദന ഒന്നും വരുന്നില്ല. അതൊക്കെ എനിക്ക് വെയിറ്റ് കുറച്ച് എടുക്കുമ്പോഴത്തെ എനിക്ക് പറ്റുന്നുണ്ട്. അയ്യനെ കുറച്ച് നേരം തട്ടാൻ പറ്റുന്നുണ്ട്. ഏത് മൂലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് എന്നെ കൊണ്ടുപോയി തട്ടാൻ പറ്റുന്നുണ്ട്. ഇപ്പം എനിക്ക് തട്ടാൻ കുറേ നേരമല്ല, അത് കുറച്ച് നേരമെങ്കിലും ഒരു 1/4 മണിക്കൂറെങ്കിലും കുഞ്ഞിനെ തട്ടി നിൽക്കാൻ പറ്റൂട്ടാ. ആ ഒരു ഹാപ്പി ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഓക്കെ ആയല്ലേ എന്ന് പറഞ്ഞിട്ട്. സോ ഇങ്ങനെ ബെറ്റർ ആവും എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസമുണ്ട്. സോ നമ്മളും ട്രൈ ആക്കാം. പിന്നെ എന്താ പറയുക, ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് നീയും ട്രൈ ആക്കണം, നമ്മളും ട്രൈ ആക്കും. സോ അതാക്കല ഇനി ഇൻഷാല്ല ഫിസിയോതെറാപ്പി ഒരു അതിന് നെക്സ്റ്റ് വീക്ക് അംഗൻവാടി ഇടാമെന്ന് പറഞ്ഞിട്ടെല്ലാം ഉണ്ട്. മണ്ടാട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 വീക്കായിട്ട് അവൻ അംഗൻവാടി ചേർക്കുന്നില്ല. ബേജാറുമാണ് ഇട്ടാ. പിന്നെ എന്താ പറയല്, ഇട്ടെങ്കിലല്ലേ ഇനി നെക്സ്റ്റ് LKG ആകുമ്പോഴത്തേക്ക് ഓനക്ക് കുറച്ച് ഇതാവും. പെട്ടെന്ന് ഓനക്ക് സ്കൂളിൽ ചേർക്കുമ്പോൾ ഇതാവായിരിക്കുമല്ല, ഇടങ്ങിയറായിരിക്കുമല്ലേന്ന്. സോ ഇനി LKGയിൽ അംഗൻവാടി ചേർക്കണം. മൺഡേ ഓനെ അംഗൻവാടി ചേർത്തെങ്കിൽ അന്ന് തന്നെ ഫിസിയോതെറാപ്പിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻ ഇട്ടാ. പിന്നെ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് പിന്നെ ജിമ്മിന് ചേരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ക്ലാസ്സിൽ പഠിക്കാൻ പോകണം. ഇപ്പോൾ ഒരു ക്ലാസ് മാത്രം പറഞ്ഞിട്ട് മതിയാക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ പോകും, മൈൻഡ് ഫ്രീ ആക്കിയിട്ട് വർക്ക്. എന്നാൽ തന്നെ പകുതി നമുക്ക് ഓക്കെ ആയിക്കൊണ്ട് വരും. സോ പഠിക്കാൻ പോയിക്കോ, ഇപ്പം നീ ചെറുതല്ലേ, ഡോക്ടറിനെ അറിയില്ലല്ലോ ഞാനിപ്പോൾ തൊണ്ടിയായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡോക്ടർ പറയുന്നത് വെച്ചെങ്കിൽ ഇത്ര ചെറിയ ഏജ് ആയതല്ലേ, പഠിക്കണം. ഇപ്പം നീ ഒന്ന് പഠിക്കാൻ പോയി, ആദ്യമൊക്കെ സ്റ്റോപ്പ് ആക്കണം. നെക്സ്റ്റ് എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ആക്ക്. ഒന്ന് പണിയെടുക്കണമെന്നൊന്നും പോകണ്ട, നീ ഇങ്ങനെ പഠിച്ചുകൊണ്ട് എന്തെങ്കിലും എൻഗേജ് ആയിട്ട് നിൽക്കുന്നല്ല പറഞ്ഞിട്ട്. സോ ഇൻഷാല്ല ട്രൈ ആക്കണം. സോ ഞാനിപ്പോൾ 1 വീക്ക് പോകും. ഇപ്പോൾ ജിമ്മിന് 1 മാസം പോയി. പിന്നെതാ ഇപ്പം എത്ര മാസമായി, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായി. ഇത് തന്നെ കേട്ടോ എൻ്റെ പ്രോബ്ലം. ജിമ്മിന് പോകുമ്പോൾ എനിക്കുണ്ടല്ല കുറേ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ആൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് കുറേ ആൾ പറഞ്ഞിട്ടാ ബാക്കിൽ ഫിറ്റിംഗ് എല്ലാം വെച്ചിന് ഓക്ക് ജിമ്മാ, ഓളെന്തിനും ഇന്നും കടത്തത്തിലാവാനാ ജിമ്മിന് പോകുന്നതെല്ലാം പറഞ്ഞിട്ട് കുറേ പുറത്തുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഉമ്മാവും ഇക്കം പറഞ്ഞിട്ടുണ്ട് അതിന് പോ നാസിറ, നിൽക്കല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ എൻ്റെ ഹെൽത്ത് പിന്നെയും മോശത്തിൽ പോയിട്ടാ. എനിക്ക് വേറെ ഒരു പ്രശ്നം വന്ന്. സോ അത് ഓക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ വേറൊന്ന് ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ പ്രശ്നത്തിൽ. സോ ഇനി സ്റ്റാർട്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്ക കുറേ ഫോഴ്സ് ആക്കുന്നുണ്ട് പോകുന്നല്ല പറഞ്ഞിട്ട്. ഇൻഷാല്ല പോകണം. അപ്പോൾ ഇന്നും കുറച്ച് ബെറ്റർ ആവല്ലേ എന്ന് വെച്ചാൽ നമുക്കിനി ജിമ്മിന് പോകുമ്പോൾ തടി വെക്കുന്നത്, ഡംബിൾസ് ഇതാക്കുന്നത് അതൊന്നുമല്ല കേട്ടോ. നമുക്ക് ബേസിക് ആയിട്ടുള്ള അവർ എക്സസൈസ് പറഞ്ഞു തരുമ്പോൾ നമ്മളെ പകുതി ഒരു മൈൻഡും റിലീഫാണ്. അതൊക്കെ എനിക്ക് ബോഡി നമ്മൾ എന്താ പറയുക ഇങ്ങനെ മുണ്ടാതിരിക്കുന്നതല്ല, പെരക്ക് കുറച്ച് പണിയെടുക്കും, പിന്നെ മുണ്ടാതെ കിടക്കും, പിന്നെ പണിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും പറ്റാത്തൊരവസ്ഥ. എന്നാലും ട്രൈ ആക്കുന്നുണ്ട്. സോ അപ്പോൾ ആടെ പോയിട്ടാകുമ്പോഴത്തേക്ക് അന്ന് എന്താ വെച്ചെങ്കിൽ ഞാൻ പണിയെടുക്കാതെ പെട്ടെന്ന് ആടെ പോയിട്ടാകുമ്പോഴത്തേക്ക് ബോഡി ഫുള്ള് പെയിനും അത് ഇതല്ല.
സോ പിന്നെ ഉണ്ടല്ലോ ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല മാറ്റം ഉണ്ടായിന് കേട്ടോ. എനിക്ക് ബോഡിയിൽ തന്നെ ചേഞ്ചസ് വരുന്നുണ്ടായിന്, എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നുണ്ടായിന്. അപ്പോൾ പോകുന്ന മുമ്പ് ഞാൻ ഒരു പണിയെടുക്കുക, എനിക്ക് അടിച്ചെങ്കിൽ ഇട്ടുന്ന ഒരു ഗ്ലാസ് പോലും എനിക്ക് എടുത്ത് വെക്കാനുള്ള ശേഷി ഉണ്ടായിട്ടാ. സോ ആയി പിന്നെ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് പണിയെടുക്കാനെല്ലാം പറ്റുന്നുണ്ടായി കേട്ടോ. പിന്നെ വേറൊരു അസുഖം വന്നിട്ട് അതിൽ പെട്ട്. ഇനി ഇൻഷാ അല്ലാ ഇത് കണ്ടിന്യൂ ആക്കണം. പിന്നെ എന്തെങ്കിലും കോഴ്സ് ബയ്യെ നോക്കാം, ഞാൻ കുറച്ച് കയ്യിട്ടെന്ന് അറിയിച്ചിട്ടാ. ഇപ്പം അതിന് ബാക്കിൽ എല്ലാം ഒന്നിച്ചിട്ട് പറ്റിയില്ല. സോ നമുക്ക് തോന്നണമല്ലോ എന്തെങ്കിലും പഠിക്കാൻ പോകണം എന്നല്ല പറഞ്ഞിട്ട്. ഒരിക്കലും തോന്നിയിട്ടുണ്ട് അതിന് പണിക്കെല്ലാം പോവാ വെറുതെ ഇരിക്കുന്നല്ലേന്ന്. പക്ഷെ പറ്റിയിട്ടാ. സോ പറ്റിയില്ല എന്നല്ല, പിന്നെ അതിൻ്റെ ഇത് പോയി വെറുതെ എന്തിന് അല്ലെങ്കിൽ ഇപ്പോൾ ചുമ്മാ ഉണ്ടല്ലോ ഇങ്ങനെ ഹെൽത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ ആവട്ടെ എന്നല്ല പറഞ്ഞിട്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കണക്ക് തന്നെ ഓരോന്നും സ്റ്റെപ്പ് വൺ ഒന്നൊന്നും ആക്കുന്ന ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് പിന്നെ ജിമ്മിന് ചേർത്തിട്ട് പിന്നെ എന്തെങ്കിലും കോഴ്സിൽ ചേരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ വ്ലോഗും കഴിഞ്ഞിട്ടാ. ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.